നമ്മുടെ അതിരപ്പള്ളിയുള്ള ഡ്രീം വേൾഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് ശരിക്കും ഉണ്ടല്ലോ ദ കിങ് ഓഫ് വാട്ടർ അമ്യൂസ്മെന്റ്സ് തന്നെ പറയണോ. ലാൻഡ് ആക്ടിവിറ്റീസ് അധികം ഇഷ്ടമല്ല, എന്നാ വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നേരെ ഡ്രീം വേൾഡിലേക്ക്. ഞാൻ അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ എന്റെ ഫാമിലി ആയിട്ടാണ് പോയത്. അപ്പൊ ഈ വെക്കേഷന് നിങ്ങൾ ആരെങ്കിലും ഡ്രീം വേൾഡിൽ വരാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഏപ്രിൽ 1 മുതൽ 30 വരെ വരുന്നവർക്ക് 20% ഡിസ്കൗണ്ട് ഉണ്ട്. അതായത് സാധാരണ ഒരു അഡൾട്ടിന് ചെലവാകുന്നത് പെർ ടിക്കറ്റ് 900 ആണ്. അപ്പൊ ഡിസ്കൗണ്ട് കൂടെ കൂട്ടി വരുമ്പോൾ 720 വരുന്നുള്ളൂ. അതുപോലെ തന്നെ പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ 800 ആണ് വരുന്നത്. അപ്പൊ 20% ഡിസ്കൗണ്ട് ആഡ് ചെയ്യുമ്പോൾ 640 വരുന്നുള്ളൂ. അനിയത്തിയുടെ സ്കൂൾ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വെക്കേഷന് എവിടെ പോകുന്നു വിചാരിച്ചിരിക്കുകയായിരുന്നു. ഡ്രീം വേൾഡിലെ ഇപ്പോഴത്തെ ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ച് ഈ ചൂടത്ത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ വേറൊരു സ്ഥലം ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. ഇങ്ങോട്ട് പോകുന്ന വഴിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എൻവിറോൺമെന്റൽ ഫ്രണ്ട്ലി ആണ്. അത് മാത്രമല്ല നല്ല തണലാണ്, അതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നുള്ള മെയിൻ ആകർഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്നോ വേൾഡ് ആണ്. ചൂടത്ത് നമ്മൾ കുറച്ച് ലാൻഡ് ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ സ്നോ വേൾഡിലോട്ട് കയറി പിന്നീട് നമ്മൾ വാട്ടർ അമ്യൂസ്മെന്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ഇറ്റ്സ് വെരി നൈസ് ആക്ച്വലി. പിന്നെ ഒരു കാര്യം എനിക്ക് എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ, ഇവരുടെ ഫുഡ് ഭയങ്കര കിടിലായിരുന്നു കേട്ടോ. ഞാനും എന്റെ ഫാമിലി ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യമാണ്. ആൻഡ് വെരി വെരി ഇമ്പോർട്ടന്റ് തിങ് ഈസ്, ഈ അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോയാലേ നമുക്ക് ചിലപ്പോൾ വഴിയൊക്കെ തെറ്റി പോകാറുണ്ട്. അപ്പൊ നമ്മളെ ഗൈഡ് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് ഒരാളില്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇവിടുത്തെ കസ്റ്റമർ സർവീസ് വാസ് ഓൺ ടോപ്പ് നോച്ച്. അതായത് നമ്മുടെ ഇപ്പോൾ ഒരു അച്ഛനോട് വഴി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് എത്തിക്കൂലേ, അതേപോലെ തന്നെ തികച്ചും ഓക്വേർഡ്നെസ് ഫീൽ ചെയ്യിപ്പിക്കാതെ നല്ല രീതിയിൽ ഹോസ്പിറ്റാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ടൈം സേവ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ് ട്രെയിനിലും 3Dയിലൊക്കെ ഫസ്റ്റ് തന്നെ കയറുന്നത്. പക്ഷെ ഫസ്റ്റ് കയറി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും, കുറെ നേരം ക്യൂ നിന്ന് നിങ്ങളുടെ അത്രയും ടൈം പോകും. അപ്പൊ ആ സമയം കൊണ്ട് മറ്റുള്ള ആക്ടിവിറ്റീസിലൊക്കെ കയറിയതിനു ശേഷം ഇത് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഏറ്റവും. തിരിച്ച് ഞങ്ങൾ പോയപ്പോൾ ഏഴാറ്റുമുഖ റോഡിൽ വെച്ച് ആനനെയൊക്കെ കണ്ടായിരുന്നുണ്ടോ. പിന്നെ കുറച്ച് നേരം വെറ്റിലപ്പാറ ബ്രിഡ്ജിലൊക്കെ കയറി നിന്ന് ചായ കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്.